നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പേഴ്സൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാം. ഓക്കെ, ആക്ച്വലി പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ എനർജി കൂടി ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മനസ്സിലും എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഒരു ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു പിടി കിട്ടുള്ളൂ. സോ നിങ്ങളുടെ ഭാഗം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അവരോട് എന്ത് തോന്നുന്നു, അവർക്ക് നിങ്ങളോട് എന്ത് തോന്നുന്നു, രണ്ടും നോക്കാം. ഓക്കെ, എൻ്റെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഏസ് ഓഫ് പെൻഡിക്കിൾസ്, 9 of Wands, Queen of Swords energy, and 6 of Wands energy into it. ഇവിടെ എനിക്ക് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയൊരു വഴക്കോ പ്രശ്നമോ ഉണ്ടായി കാണാം. ഓക്കെ, റീസെൻറ്റ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു ഉടക്ക് വലുതും വന്ന് കാണാം. ആക്ച്വലി ഇവിടെ 4 of Cups ഉണ്ട്, King of Swords ഉണ്ട്. സോ കപ്പിളായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. അല്ലാത്തവർക്ക് നിങ്ങൾ തമ്മിലൊരു പെയറായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആക്ച്വലി രണ്ടുപേരും ഇപ്പോൾ മേ ബി ഒരു തോറ്റു കൊടുക്കില്ല എന്നൊരു മട്ടിൽ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി അവരുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതായത് നിങ്ങൾ തന്നെ ഒരു ലേശം ബൗണ്ടറി വെച്ച് നിൽക്കുന്ന പോലെ. ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കാണാം. സോ അതിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ നിങ്ങളൊന്ന് കൺട്രോൾ വെച്ച് നിൽക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് ദേഷ്യമുണ്ട് ഉള്ളിൽ. ഓക്കെ, അതൊരു കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേ ബി പേഴ്സൺ നിങ്ങളോട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മൾ പറയില്ലേ, ഒരു ന്യായമായ രീതിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞ് സംസാരിച്ച് സോ അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെയോ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, തോന്നിപ്പോകും നമുക്ക്. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് അവിടെ ജയിക്കണം, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിക്ക് പോകണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോൾ വഴക്കോ തർക്കങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തവണ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക്. മേ ബി നിങ്ങൾ എപ്പോഴും താണു കൊടുത്തിട്ടുണ്ടാവാം. ബട്ട് ഇവിടെ ഇത്തവണ മേ ബി നിങ്ങളധികം ഞാൻ താഴാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ബിക്കോസ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണും അതേപോലെ തന്നെ വേണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങൾ അധികം ഇപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു ഫീലിംഗ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കാത്ത പോലെ. മേ ബി ഉള്ളിലുണ്ടാവാം ആഗ്രഹം, ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് ഐ തിങ്ക് കുറേ നമ്മൾ പറയില്ലേ, ഒരുപാട് വഴക്കും തർക്കങ്ങളും ഒക്കെ ആകുമ്പോൾ അവസാനം നമ്മൾ മടുത്തിട്ടായിരിക്കാം. ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആഗ്രഹമുണ്ട് എവിടേക്കോ, ഇല്ല എന്നല്ല. പക്ഷേ ഒപ്പം ഒരു നമ്മൾ പറയില്ലേ, ഒരു മടുപ്പ് വന്ന പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ നമ്മൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, 9 of Swords, അവരും ടെൻഷനിലാണ്. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ്. Knight of Pentacles, ഓക്കെ, 7 of Cups, ഓക്കെ, ആൻഡ് ഡെത്ത്. ശരിക്കും നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്ന ഒരു ഇത് കാണുന്നുണ്ട് എനിക്ക്. 4 എടുത്തുള്ളൂ ഞാൻ. ഓക്കെ, Justice and 4 of Wands. വാവ്, ശരിക്കും രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, ഒരേ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാളും ആക്ച്വലി ഇതും ഒരു മാരേജ് കാർഡ് എന്ന് പറയാം, ഇതും ഒരു മാരേജ് കാർഡ് എന്ന് പറയാം. വിക്ടറി, സെലിബ്രേഷൻ, സക്സസ് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത് ആക്ച്വലി നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവരും നിങ്ങൾ തമ്മിലൊരു എൻഡിങ് ഫേസ് എനിക്ക് കാണുന്നുണ്ട്, ഒരു എൻഡിങ് എന്ന രീതിക്ക്. അതായത് ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഹാപ്പി ഒന്നുമല്ല, നിങ്ങളില്ലാതെ ഹാപ്പി ആണെന്നൊന്നും കരുതണ്ട. അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്.
മേ ബി നിങ്ങൾ യുനോ നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ സ്വപ്നം കാണുക, ദിവാസ്വപ്നം കാണുക എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ മറക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളെ മറക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായ വല്ല വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അതൊരുപാട് ടെൻഷൻ ഉണ്ട്. ദറ്റ് ഇത് എൻഡിങ് ആയി പോവോ, ശരിക്കും എൻഡ് ചെയ്യോ, അതോ എന്താവും, എന്തൊക്കെയോ അവർ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. അല്ലാതെ ഇവിടെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ടെൻഷൻ ഉണ്ട്, നല്ലോണം ടെൻഷൻ ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് കാണുന്നത്. പക്ഷേ എൻഡിങ് അവർക്ക് ആ എൻഡിങ് വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ന്യായമായിട്ടുള്ളത് ചെയ്യണം എന്ന് അവർക്കറിയാം. ഓക്കെ, അവർ നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ന്യായം ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു റിലേഷൻഷിപ്പ് വേണം ആൻഡ് അത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട്. പക്ഷെ അവർ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. ഓക്കെ, മെല്ലെ പതുക്കെ ഇത് വീണ്ടും ഒന്ന് റീബിൽഡ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ തമ്മിൽ ഒരു അടുപ്പം വരണം, അല്ലെങ്കിൽ ക്ലോസ് ഒരു സ്റ്റെബിലിറ്റി വരണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ഫാമിലി വേണം, സെലിബ്രേഷൻ വേണം, ആഘോഷം. മീൻസ് ഒന്നിച്ച് നമ്മളുള്ളപ്പോൾ നമ്മൾ പറയില്ലേ, രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു നല്ലൊരു ഫാമിലി പോലെ എന്നാവാം. അല്ലെങ്കിൽ മാരേജ് പറ്റില്ലാത്ത എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുമായിട്ട് ഒരു അത്രയും ചേർന്ന് പോവുക എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. സ്ലോ എനർജിയാണ്. ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യണം എന്നുണ്ട്, അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ ഒന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർ അതിന് സ്ലോ ആയിട്ടേ വരുള്ളൂ. കുറച്ച് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. കാരണം അവർ മേ ബി കുറ്റബോധം ഉണ്ടാവാം അവരുള്ളിൽ, അതായിരിക്കാം. ഓക്കെ, ഇത് രണ്ടും കാണുമ്പോൾ ജസ്റ്റിസും 9 ഓഫ് സോർട്സും ഉണ്ട്. സോ അവർ ഓർത്ത് ഒരു ടെൻഷൻ അടിക്കുന്നതായിട്ട് നന്നായിട്ട് കാണുന്നുണ്ട്. സോ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് ഇനിയും വീണ്ടും സംസാരിച്ച് വന്നാൽ വീണ്ടും വഴക്കാവോ എന്ന് ആലോചിച്ചിട്ടായിരിക്കാം. എന്തായാലും ഇവിടെ ന്യായം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ട് 4 ഓഫ് വാൻഡ്സ് കാർഡ് നമുക്ക് വളരെ പോസിറ്റീവാണ്. സെലിബ്രേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സ്റ്റെബിലിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സോൾമേറ്റ് ബോണ്ടിൻ്റെ കണക്ഷൻ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു മെസ്സേജും അതൊക്കെ പ്രതീക്ഷിക്കാം. യെസ്, വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം അവർ പക്ഷേ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് അവരൊരു സമയമെടുക്കുകയാണ്, ഒരു പോസിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞാൽ മതി. അല്ല, ഇത് എൻഡിങ് അല്ല, ഇതൊരിക്കലും നിങ്ങൾ തമ്മിലൊരു എൻഡിങ് എന്ന രീതിക്കല്ല, ഒരു പോസ് മാത്രമാണ്. അതായത് ഒരു താൽക്കാലികമായ ഒരു ബ്രേക്ക് മാത്രമാണ്. ഒരിക്കലും ഇത് എൻഡ് ചെയ്ത് കളയാൻ അവർ തയ്യാറല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുക വേണ്ട കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള തടസ്സം എന്തെങ്കിലും കാണുന്നുണ്ടോ നോടി ഞാൻ പറയാം, അതിനനുസരിച്ച് അപ്പം നമുക്ക് ഗൈഡൻസ് കൊടുക്കാമല്ലോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു നടുവിൽ എനർജി എന്താണ് ഇവിടെ ഈ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനും വരാൻ എന്താണ് റീസൺ എന്നുള്ളതും കൂടി ഞാൻ എടുക്കാം. ബ്ലോക്കേജസ്, എന്താ തടസ്സം വന്നത്, എന്തായിരുന്നു തടസ്സം വന്നത് നിങ്ങളുടെ ഇടയിൽ, എന്തായിരുന്നു പ്രശ്നം വന്നത്. 7 ഓഫ് പെന്റിക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്, അഗൈൻ സെയിം തിങ്. ഓക്കെ, വാവ്, ഇവിടെ നിങ്ങൾ തമ്മിൽ ലൈക്ക് 3 കാർഡ് എനിക്ക്, വാവ്, സീരിയസ്ലി 1 2 3 ഈ 3 കാർഡും എനിക്ക് സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. സോ അത്രയും സ്ട്രോങ് ബന്ധമാണ് നിങ്ങളുടെ. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ മേ ബി പേഴ്സൺ മടിച്ചു നിന്നിട്ടുണ്ടാവാം. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അത്രത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അവർ അതായത് ന്യായമായിട്ട് ചെയ്യേണ്ടത് അവർ ചെയ്ത് കാണില്ല. അവരുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് കുറച്ച് മെല്ലെ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല കുറേ ആയിട്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് ഇത് ശരിക്കും ഉണ്ടോ ഇല്ലേ എന്ന് വരെ ഡൗട്ട് പോലെയാണ്. ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. സോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നതാണ്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, കുറച്ച് പേർക്ക് മാരീഡ് ഒരു എനർജി, അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ കുട്ടികളുടെ എനർജി കാണുന്നുണ്ട് എനിക്ക്. ഈ റിലേഷൻഷിപ്പ് വളരെ ഐ തിങ്ക് ഇടയിൽ കുറച്ചായിട്ട് ഒരു സ്റ്റക്ക് പോലെ ആയിരുന്നു, ഒന്നും ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത പോലെ. എന്ന് വെച്ചാൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, സ്നേഹവും കണക്ഷനും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ആ എനർജിയൊക്കെ വളരെ നല്ല എനർജിയാണ്, എനിക്ക് പോസിറ്റീവേ പറയാനുള്ളൂ റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷേ ഇതൊരല്പം കുറച്ചായിട്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പ് ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. എന്തായിരുന്നു ബ്ലോക്കേജിന് എനിക്ക് എന്തെങ്കിലും ഒന്നുകൂടി
ഒരു വിട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു എൻഡിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയുടെ വല്ല കാര്യങ്ങളായിരിക്കാം, ഒരു തീരുമാനമെടുക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഞാൻ എല്ലാം ഇവിടെ എപ്പോഴും തേർഡ് പാർട്ടി എന്ന് പറയുന്നില്ല ഞാൻ. സോ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് നിങ്ങൾ എടുത്തു ചാടിയിട്ട് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്നിട്ട് ഐ തിങ്ക് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, വിട്ടുപോയി എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. അതിന് ഇവിടെ എനിക്കൊരു എൻഡിങ്ങിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, എൻഡിങ് കാണുന്നുണ്ട്, ഒരു ലവേഴ്സ് എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ടാവാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 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 ചെറിയ എൻഡിങ് ബാക്ക് സ്റ്റാബിങ്ങിൻ്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് കാണാം, അല്ലെങ്കിൽ വേറെ ആരുടെയും വാക്ക് കേട്ടതായിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം. ഇവിടെ ഡെവിൾ എനർജിയും വന്നിട്ടുണ്ട്. സോ കുറച്ചൊരു നെഗറ്റീവ് ഉണ്ട് ഇവിടെ. ഓക്കെ, നെഗറ്റിവിറ്റി ഉണ്ട്. നിങ്ങളെ തമ്മിൽ ആരെങ്കിലും അകറ്റാൻ ശ്രമിച്ചതും ആവാം. ഓക്കെ, അങ്ങനെയാവാം. ഫാമിലി ആയിരിക്കാം, ഇൻലോസ്, പാരൻസ്, സോറി, അങ്ങനെ ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ചില സമയത്തൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്, പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണാം. അത് മാത്രമല്ല, ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ഇൻ്റർഫിയറൻസ് ആയിരിക്കാം, ലൈക്ക് തേർഡ് പാർട്ടി ആരെങ്കിലും വേറെ ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ഫാമിലി തടഞ്ഞു. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. സോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും, സിറ്റുവേഷൻ വിട്ടേക്കും. ഓക്കെ, നിങ്ങളെ വിട്ട് മാറി അവർ പോയതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഹോൾഡ് ബാക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഇപ്പോൾ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് ഹാർട്ട് ബ്രേക്കും വിഷമവും വേദനയും കാര്യങ്ങളും സ്ട്രെസ്സും. പക്ഷെ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ ആണ്. ഓക്കെ, രണ്ടുപേരും ഈ തിരിച്ച് ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്തോ റീസൺ കൊണ്ടാണ്. ലൈക്ക് ആരെങ്കിലും പല സിറ്റുവേഷൻ ആയിരിക്കും ഓരോരുത്തർക്ക്, ഞാൻ എല്ലാം പറയുന്നില്ല. സോ ബട്ട് ഇവിടെ റിയൂണിയൻ പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് എടുത്തേക്കാം. ആ പൈൽ കിട്ടും നമുക്ക് ഫ്യൂച്ചർ. ഇതിനെ മുന്നോട്ട് നമുക്ക് എന്താ കാണുന്നത്? ബീയിങ് ഇൻ ലവ്, കോർ, intuition, void, acceptance, റീബർത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഡെത്ത് ആൻഡ് റീബർത്ത്, റിന്യൂവൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ലുക്ക് ഫോർവേഡ്, വെരി ഗുഡ്. ഓക്കെ, റിമോഴ്സ്ഫുൾ, യെസ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റിഗ്രറ്റിലാണ് ഇരിക്കുന്നത്, ഒരുപാട് അവർക്ക് കുറ്റബോധമുണ്ട്. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഉറപ്പാണ്. അവർ ഉറക്കം പോലും ഇല്ലാതെ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. ട്രാപ്ഡ് ഇൻ ഗിൽട്ട് ആൻഡ് ഷെയിം ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. അവർ ചെയ്ത ചില കാര്യത്തിന് അവർക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ അവർക്ക് ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഷെയിം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ചെയ്തല്ലോ എന്നൊരു തോന്നൽ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ബീയിങ് ഇൻ ലവ്, ഐ എം വില്ലിംഗ് ടു വേസ്റ്റ് എവറി മിനിറ്റ് ടു എക്സ്പീരിയൻസ് അഡ്വെഞ്ചേഴ്സ് ഓൺ അവർ ബക്കറ്റ് ലിസ്റ്റ് വിത്ത് യു. അവർ പറയുന്നത് ശരിക്കും നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. എനിക്ക് നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് നമ്മൾ പറയില്ലേ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അവിടെ പോകണം ഇവിടെ പോകണം ആ കാര്യം ചെയ്യണം നമ്മൾ ഒന്നിച്ച് എന്നൊക്കെ പറയില്ലേ. സോ അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതല്ല, അതിലുള്ളതെല്ലാം, അതായത് ആഗ്രഹം പോലെ നിങ്ങൾ ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് കോർ എന്ന് കാണുന്നുണ്ട്. ദേ ആർ സെക്കൻഡറി, ഓൾവേസ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഇത് യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് നല്ലതാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെ ഒന്ന് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് നല്ലതാണ്. ഓക്കെ, ഒരിക്കലും ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യാം. ഓക്കെ, അവർ സെക്കൻഡറി ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങളെങ്ങനെയാണ്, നിങ്ങളെ ഒന്ന് ഫസ്റ്റ് വെക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട്. ദർ ഇസ് എ സെൻസ് ഓഫ് ഇൻറ്റ്യൂഷൻ, ഐ വിൽ ഹിയർ ഫ്രം ഹിം അഗെയിൻ ആൻഡ് വി ക്യാൻ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും ദറ്റ് യെസ് ഇവർ തിരിച്ചു വരും. ഹിം എന്നെടുക്കണ്ട, ഹിം ആവാം, ഹെയർ ആവാം. ഓക്കെ, ഞാൻ അവർ എന്നെ വിളിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അവരെന്നോട് സംസാരിക്കും, ഞാൻ അവരോട് കോണ്ടാക്ട് വരും എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. എപ്പോഴും ഒരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ അത് നിങ്ങളെ ശരിക്കും കറക്റ്റ് തന്നെയാണ് പറയുന്നത്. വരും, യെസ്, അത് വിശ്വസിക്കും. ഓക്കെ, അങ്ങനെ അത് വരും എന്ന് തന്നെ, കോണ്ടാക്ട് വരും എന്ന് ഉറപ്പിച്ചോളൂ. അവോയ്ഡ് റണ്ണിങ് അവേ ഇസ് ജസ്റ്റ് എ വേ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഹേർട്ട്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അവർക്ക് ഒന്നാമത് അവർക്കൊരു പേടിയുണ്ട്, അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു വിഷമമുണ്ട് അവരുള്ളിൽ. എന്ന് മാത്രമല്ല അവർക്ക് ഇനിയിപ്പം നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഓക്കെ, അത് വീണ്ടും പ്രശ്നങ്ങൾ വന്നാലോ അവർ ഹേർട്ടായാലോ എന്ന രീതിക്കൊക്കെ ഒരു പേടിയുണ്ട്. സോ അവർ
ഒരു മാറി നിൽക്കൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ അവോയ്ഡ് ചെയ്ത് നടക്കുന്നുണ്ട്. അത് അവോയ്ഡിങ് വേറെ ഒന്നുമല്ല, ശരിക്കും നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം അല്ലേ, നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്ത് സംസാരിച്ചൊക്കെ തീർക്കണം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹേർട്ടാവോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള പേടിയായിരിക്കാം. സോ അത് അവോയ്ഡ് ചെയ്ത് അവർ മാറി മാറി നടക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അക്സെപ്റ്റൻസ് ഉണ്ട്. വിത്തൗട്ട് ക്രിട്ടിസൈസിങ് ദ പാസ്റ്റ്, ഐ ലവ് എവറിത്തിങ് അബൌട്ട് യു. ആക്ച്വലി അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫുള്ളി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്. പക്ഷേ എന്താണ്, പുറത്ത് നമ്മൾ ചില കാര്യങ്ങൾ അവർ മിസ്റ്റേക്സ് അവരെ വന്നിട്ടുമുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിഗ്രറ്റാണ് ഇപ്പോൾ അവരുടെ അവരുടെ ഉള്ളിൽ മെയിനായിട്ട് പ്രശ്നം അതാണ്. റീബർത്ത്, ഐ വോണ്ട് ടു റിട്രാക്ട് മൈ ലൈക്കിംഗ് ഫോർ യു, നോട്ട് ഓൺലി വിൽ ഐ ബി ഫൈൻ, ഐ വിൽ ബി ഡൂയിങ് വെൽ. ഓക്കെ, ആക്ച്വലി അവർ വിചാരിച്ചത് നിങ്ങളെ വിട്ടു നിന്നാൽ നല്ലതാണ് എന്നൊക്കെ അവർ തോന്നി. പക്ഷെ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിച്ചിട്ടില്ല. വീണ്ടും ഒരു റീബർത്ത് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലുക്കിംഗ് ഫോർവേഡ്, ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് മൂവ് ഓൺ ബിക്കോസ് യു ഡിസേർവ് ടു ലവ് അഗൈൻ. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഗോ അഹെഡ്. ഓക്കെ, കാരണം അവരെ കാത്തിരുന്ന് അങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. അഗെയിൻ ഇവിടെ പറഞ്ഞിരുന്നു, നിങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മീൻസ് നിങ്ങൾ അവനവന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക, അവനവന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പേഴ്സൺ വന്നോ വന്നില്ലേ എന്ന് മാത്രം കാത്തിരുന്ന് വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. യു ഡിസേർവ് ടു ലവ് അഗെയിൻ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ വ്യക്തി വരികയാണെങ്കിൽ അവർ മനസ്സിലാക്കി വരട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ആ വാല്യൂ തന്ന് അവർ തിരിച്ചു വരട്ടെ. നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ മേ ബി വേറെ വ്യക്തിയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലോ, നിങ്ങൾക്ക് യൂണിവേഴ്സ് വേറെ എന്തെങ്കിലുമാണ് എടുത്തു വെച്ചിട്ടുള്ളതെങ്കിലോ പറയാൻ പറ്റില്ല അല്ലേ. സോ എന്ത് തന്നെയായാലും ശരി, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് സ്നേഹമുണ്ട്, ഓക്കെ, ഇല്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ. പക്ഷേ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല ചില സമയത്തൊക്കെ. ഒരു അത്രത്തോളം നമ്മൾ പറയില്ലേ, ഈ സോൾമേറ്റ് കണക്ഷൻ ഇതെന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു എത്ര ഇൻറ്റൻസ് കണക്ഷനാണ് അല്ലേ. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ആ ഒരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് കാരണം അത് വളരെ സീരിയസ് ആയിട്ട് വളരെ ഒരു ഡെപ്തിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് അവർ അതിൻ്റെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ തരം സ്നേഹം അവർ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓക്കെ, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ, അവരെ കർമ്മ എല്ലാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ ഇപ്പം നിങ്ങളോട് പറയുന്നത് യെസ്, നിങ്ങളെ അവർക്ക് ഇഷ്ടം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. പക്ഷെ അവർ ഭാഗത്തുനിന്നുള്ള ആക്ഷൻസ് നിങ്ങൾ വാച്ച് ചെയ്യൂ. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരുന്ന സമയം കളയാനുള്ളതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളെ സ്വയം പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, എനിവേ എന്തായാലും വരട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ. അവരും ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വെച്ച കാർഡും ലാസ്റ്റ് തന്നെയാണ്. സോ യെസ്, അവർ ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയൻ. സോ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.